ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിയൻ വന്നിട്ട് കോഴി വളർത്തുന്നുണ്ട്. അപ്പോൾ അവൻ 2-3 കോഴിയിൽ നിന്ന് തുടങ്ങിയതാണ് ഗായ്സ്. പിന്നെ അതുപോലെ തന്നെ കുറേ ഉണ്ട്, ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. സീനാണ് ഗായ്സ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കുറേ ഉണ്ട് ഗായ്സ്. ഇതിൽ തന്നെ ഒരു 23. ഹലോ ഗായ്സ്, ഇതാണ് ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ നെറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഗായ്സ്. നോക്ക് ഗായ്സ്, എല്ലാം തീറ്റയ്ക്ക് വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് ഗായ്സ്. നോക്ക്, അപ്പോൾ തീറ്റ കൊടുക്കുകയാണ് നമ്മുടെയൊക്കെ. എന്തോ കിട്ടാത്ത പോലെയാണ് ഗായ്സ് കാട്ടുന്നത്. കോഴികളൊക്കെ കോഴി ആയതുകൊണ്ടായിരിക്കാം. ഇത് ഫസ്റ്റ് ബാച്ചാണ് ഗായ്സ്. ഫസ്റ്റ് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ വിരിച്ചിറങ്ങിയിട്ട് ഫസ്റ്റ് ബാച്ചായിട്ട് വളർത്തുകയാണ് ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗായ്സ് ഇപ്പോൾ കണ്ടത് ഫസ്റ്റ് ബാച്ചാണ്. ഇനി അടുത്ത് നമ്മൾക്ക് സെക്കൻഡ് ബാച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അതും കൂടി തന്നെയാണ് വളർത്തുന്നത്. കാണിച്ചു തരാം ഗായ്സ്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബാച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബാച്ച് എന്ന് പറയുന്നത്. ഇത് കൂട്ടിലിട്ട് വളർത്തുകയാണ്. ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് കുറച്ച്. പിന്നെ അത് ഫസ്റ്റ് ബാച്ച് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് സെക്കൻഡ് എടുക്കുന്നത്. ഇനി സെക്കൻഡ് ഉണ്ട് ഗൈസ്. ഇത് എത്ര കുഞ്ഞുങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. നോക്കൂ ഗൈസ്. ഹലോ ഗൈസ്, ഇപ്പോൾ കണ്ടത് നമ്മൾ വന്നു വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ബാച്ചാണ്. ഇനി തേർഡ് ബാച്ച് നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഹലോ, ഇത് ഗൈസ്, ഇതാണ് തേർഡ് ബാച്ച് എന്ന് പറയുന്നത്. ആ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളൂ തേർഡ് ബാച്ചിൽ. ഇത്ര കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ബാച്ചിന് കാണിച്ചു തരാം ഗൈസ്. അടിപൊളിയാണ്, നല്ല സൂപ്പർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഗൈസ്. കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗൈസ്, ഇത് ഫസ്റ്റത്തെ കുഞ്ഞു വിരിച്ചാണ് ഗൈസ്. ഇതാണ് ലാസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. നോക്കൂ ഗൈസ്, ഇത് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം കുഞ്ഞുങ്ങളെ ചത്തുപോകാതിരിക്കാൻ. അപ്പോൾ അടിപൊളി കുഞ്ഞുങ്ങളാണ് ഗൈസ്. നോക്കൂ ഗൈസ്, ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇതെപ്പോൾ വിരിച്ചിറങ്ങിയതേ ഉള്ളൂ. അടിപൊളിയാണ് ഗൈസ്. നോക്കൂ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്ര നേരം കണ്ട വളർത്തുന്ന ആളെ നമ്മൾ കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെ എങ്ങനെയാകുമെന്ന് കാണിച്ചു തരാം. ഈ കുഞ്ഞുങ്ങളൊക്കെ ഏത് കോഴിനെ പോലെ ആകുമെന്ന് കാണിച്ചു തരാം. ഇതേവാടാ, ഇത് ഗൈസ് ഏകദേശം ഏകദേശം ഇത്രയാകും ഗൈസ്. ആ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് ഈ സൈസാകും ഗൈസ്. ഈ സൈസായി കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നതാണ് ഗൈസ്. പക്ഷേ തീറ്റയ്ക്കും കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾക്ക് ഒരു പൈസ വേണം. നമ്മുടെ അനിയനാണ് വളർത്തുന്നത്. അടിപൊളിയാണ് ഗൈസ്. ഇപ്പോൾ കോഴി നിങ്ങൾക്ക് വളർത്തണം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കോഴി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ കോഴികൾ നമ്മൾ സെയിലാക്കുന്നുണ്ട്. എല്ലാവരും വേണ്ടത് നമ്മളെ കോൺടാക്ട് നമ്പർ ചുവട്ടിൽ കൊടുക്കുന്നതായിരിക്കും. വേണ്ടവർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്.